പരിശുദ്ധമായ BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന സേവന പാരമ്പര്യം. പുന്നക്കൽ ജുവലേഴ്സ്, ആലപ്പുഴ, എരമല്ലൂർ, തുറവൂർ, വൈക്കം. ആലുവയിലെ ഹൈടെക് മാർക്കറ്റിന്റെ നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യോജിച്ച് നടപ്പാക്കുന്ന പദ്ധതികൾ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തിലെ പരസ്പര സഹകരണത്തിലെ ദൃഷ്ടാന്തമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ആലുവയിലെ ഹൈടെക് മാർക്കറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണോദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശ്രീനാരായണ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം മഹാകവി കുമാരനാശാൻ യൂണിയൻ ടൈൽ വർക്ക്സ് എന്ന ഓട്ട് കമ്പനി ആരംഭിച്ചത് ആലുവയിലായിരുന്നു. പ്രദേശത്തിന്റെ എല്ലാവിധ വാണിജ്യ സാധ്യതകളും അദ്ദേഹം കണ്ടിരുന്നു. ആലുവയുടെ വാണിജ്യ പെരുമയുടെയും ഗരിമയുടെയും തുടർച്ചയായാണ് പുതുതായി നിർമ്മിക്കുന്ന മാർക്കറ്റ് സമുച്ചയം. അത്യാധുനിക നിലവാരത്തിലുള്ള മാർക്കറ്റ് യാഥാർത്ഥ്യമാകുന്നതോടെ കേരളത്തിന്റെ വികസന പ്രക്രിയയുടെ കേന്ദ്രമായി ആലുവ മാറും. കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഗുണഫലങ്ങൾ ആലുവക്കും പരിസര പ്രദേശങ്ങൾക്കും ലഭിച്ചിട്ടുണ്ട്. ദേശീയപാത വികസനം, ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി എന്നിവയുടെ ഗുണങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന പ്രദേശമാണ് ആലുവ. കുറച്ച് നാൾ മുൻപാണ് എറണാകുളത്ത് അതിമനോഹരമായ ഒരു മാർക്കറ്റ് സമുച്ചയം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. തീർച്ചയായും ആലുവ പോലൊരു നഗരത്തിൽ വലിയ വാണിജ്യ പ്രാധാന്യമുള്ള ഒരു സ്ഥലം എന്നുള്ളത് കൊണ്ട് തന്നെ ഇതുപോലൊരു മാർക്കറ്റ് സമുച്ചയം ആവശ്യം തന്നെയാണ്. ഇവിടെ നല്ല സൗകര്യത്തോടു കൂടിയ മാർക്കറ്റ് സമുച്ചയമാണ് ഒരുങ്ങുന്നത്. നമ്മുടെ ഈ കെട്ടിടത്തിൽ 88 കടമുറികൾ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. അതോടൊപ്പം അത്യാധുനിക സൗകര്യങ്ങളുണ്ടാവും. അതിൻ്റെ കൂടെ മാർക്കറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകാൻ ഉതകുന്ന സർക്കാർ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കുന്നതാണ്. ആലുവ പുഴയുടെ സാമീപ്യം ഇത്തരമൊരു സമുച്ചയം ഇവിടെ വരുമ്പോൾ ഇതിനെയൊരു ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ കൂടി ഏറ്റെടുക്കാനാകും. ഇവിടെ ബഹുമാന്യനായ അധ്യക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, സമയബന്ധിതമായി ഈ പദ്ധതി നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന്. മുനിസിപ്പൽ ചെയർമാൻ അദ്ദേഹത്തിൻ്റെ സ്വാഗത പ്രസംഗത്തിൽ എല്ലാവരും, വ്യാപാരികളും പ്രദേശവാസികളും നാട്ടുകാരും എല്ലാം ഇതുമായി സഹകരിക്കണം എന്ന അഭ്യർത്ഥനയും മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെക്കാനുള്ള അഭ്യർത്ഥന. പ്രദേശത്തിന്റെ വികസനത്തിനായി കിഫ്ബി വഴി 300 കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. പുതിയ മാർക്കറ്റ് സമുച്ചയത്തിലേക്കുള്ള റോഡിന്റെ നിർമ്മാണത്തിനായി 10 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പദ്ധതി പ്രദേശത്ത് നടന്ന ചടങ്ങിൽ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. വികസനത്തിന്റെ കാര്യത്തിൽ സർക്കാരിന് രാഷ്ട്രീയമില്ല എന്നതിന്റെ ഉദാഹരണമാണ് ആലുവ മാർക്കറ്റ് സമുച്ചയമെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പദ്ധതിയായ മാർക്കറ്റിന് ഏകദേശം 48.32 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ 28.94 കോടി രൂപ കേന്ദ്രവും 19.29 കോടി രൂപ സംസ്ഥാനവുമാണ് ചെലവഴിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പദ്ധതികൾ തയ്യാറാക്കുന്ന കാര്യത്തിലും അത് നടപ്പാക്കുന്നതിലും കേരളം ഒരുപടി മുന്നിലാണെന്ന് മുഖ്യാതിഥിയായിരുന്ന കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. 1,82,308 ചതുരശ്ര അടി വിസ്തൃതിയിൽ ബേസ്മെന്റ് ഉൾപ്പെടെ 3 നിലകളിലായാണ് മാർക്കറ്റ് സമുച്ചയം നിർമ്മിക്കുന്നത്. ഇതിനു പുറമെ മെസാനിൻ ഫ്ലോറും ഉണ്ടായിരിക്കും. 88 കടമുറികൾക്ക് പുറമെ റെസ്റ്റോറന്റ്, സൂപ്പർ മാർക്കറ്റ്, മത്സ്യമാംസാദികൾ ശീതീകരിച്ചു വയ്ക്കുന്നതിനുള്ള സൗകര്യം, മലിനജലം ശുദ്ധീകരിക്കുന്നതിന് ട്രീറ്റ്മെന്റ് പ്ലാന്റ് എന്നിവ പുതിയ മാർക്കറ്റ് കെട്ടിടത്തിന്റെ രൂപരേഖയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചടങ്ങിൽ ബെന്നി ബെഹനാൻ MP മാർക്കറ്റിന് രൂപരേഖ പ്രകാശനം ചെയ്തു. വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവ്, അഡ്വക്കേറ്റ് ഹാരിസ് ബിരാൻ MP, ജില്ലാ കളക്ടർ NSK ഉമേഷ്, മത്സ്യബന്ധന വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി B അബ്ദുൽ നാസർ, കേരള സംസ്ഥാന കടൽത്തീര വികസന കോർപ്പറേഷൻ MD PI ഷെയ്ഖ് പരീദ്, ആലുവ മുനിസിപ്പൽ ചെയർമാൻ MO ജോൺ, നഗരസഭാ കൗൺസിലർമാർ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ആലുവ.